നമസ്കാരം, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. പഠനത്തോട് ഒരു വിരക്തി തോന്നുന്നുണ്ടോ? ഇപ്പം എങ്ങനെ പഠിക്കണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണോ? നിങ്ങളിപ്പം പഠിക്കാൻ ഓരോ ദിവസവും മടിയായിക്കൊണ്ടിരിക്കുകയാണോ? സ്റ്റഡി പ്ലാനുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി മാറ്റി 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 ഓരോ ദിവസവും അനാവശ്യമായി തള്ളി നീക്കുകയാണോ? നിങ്ങൾക്കുള്ള പ്രതിവിധിയാണ് ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്ന 100 ദിവസങ്ങൾ RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം, എങ്ങനെ പഠിച്ചാൽ നമുക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരും പറഞ്ഞു തരാത്തത് ജോലിയിലേക്ക് എത്താനുള്ളത് അത് ഈ ഒരു സെഷനിൽ ഉണ്ടാകും. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതായത് ഇനി വരുന്ന 100 ദിവസങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഈ 100 ദിവസങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റുക? അതായത് നമുക്കറിയാം RRB ഗ്രൂപ്പ് ഡിയുടെ വിധി, അതായത് കേസിന് പുറത്തുള്ള വിധി, ഇനിയുള്ള കേസിന് പുറത്തുള്ള വിധി ജൂലൈ മാസത്തിലാണ് വരാനിരിക്കുന്നത്. ജൂലൈ മാസം 26-ാം തീയതിയാണ് വരിക എന്നുള്ളതാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് ആ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ജൂലൈ മാസം 26-ാം തീയതിയാണ് ഇനിയും എന്തുണ്ടാവുക, കോടതിയിൽ നിന്നുള്ളൊരു ഫൈനൽ ജഡ്ജ്മെന്റ് ഉണ്ടാവുക. അപ്പൊ അതുവരെ എക്സാമിനേഷൻ ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ജൂലൈ മാസത്തിലോ ചിലപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞിട്ടോ ആയിരിക്കും എക്സാം നടക്കുക. നമ്മൾ ജൂലൈ മാസം 22-ാം തീയതി വരെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജൂലൈ മാസം 22-ാം തീയതി വരെയുള്ള ഒരു അടിപൊളി കിണ്ണം കാച്ചി സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുക. അതായത് ഏപ്രിൽ മാസത്തിൽ ഇന്ന് 13 ആണ്, നാളെ 14-ാം തീയതി. നാളെ മുതൽ 30 വരെ 16 ദിവസങ്ങൾ. ഓക്കെ ആണല്ലോ. 31 ദിവസങ്ങൾ മെയ് മാസത്തിലുണ്ട്, 30 ദിവസങ്ങൾ ജൂൺ മാസത്തിലുണ്ട്, 22 ദിവസങ്ങൾ ജൂലൈ മാസത്തെ കൂടെ നമ്മൾ ഇങ്ങെടുത്തു. അങ്ങനെ ആകെ 100 ദിവസങ്ങൾ. ഓക്കെ ആണ്. എങ്ങനെയാണ് ഈ 100 ദിവസം വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 100 ദിവസത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മക്കളെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ടുണ്ട്, നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഓരോന്നോരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ പരിശോധിക്കാൻ പോകാം. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷൻ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ഓക്കെയാണ്, സെറ്റ്. നമ്മൾ ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും? മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊരു നല്ല അടിപൊളി സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പെർഫെക്റ്റ് സ്റ്റഡിയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യണം, ഒരു ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ മുന്നോട്ട് വരും പറഞ്ഞുതരാം. 2, സിലബസ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. സിലബസിലെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു സിലബസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അത് ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനതിനെ എങ്ങനെ ഡീകോഡ് ചെയ്യാമെന്നുള്ള കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരും. then അടുത്തത് PYQs ആണ്. അതായത് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മുന്നേ വന്നിട്ടുള്ള, അതിപ്പോൾ ALP-യുടേതായിക്കോട്ടെ, NTPC-യുടേതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് നടത്തിയ ഗ്രൂപ്പ് ഡി പരീക്ഷകളുടേതായിക്കോട്ടെ, ഏത് പരീക്ഷയും ആയിക്കോട്ടെ, ഈ അടുത്ത് നടന്നിട്ടുള്ളതായിക്കോട്ടെ, നേരത്തെ നടന്നിട്ടുള്ളതായിക്കോട്ടെ, ആ ക്വസ്റ്റ്യൻ പേപ്പറുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഘട്ടം. PYQs-ൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്താണെന്നുള്ളത് ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞു തരാം. ദെൻ റിവിഷൻ, എങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യണം, ഏത് രീതിയിൽ റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ 5 കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ താഴെ നിങ്ങൾ ജോലി നേടുമെന്ന് എഴുതി വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് പറ്റുമെന്നുള്ളത് താഴെതായി ഇങ്ങനെ എഴുതി വെക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഓരോന്നായിട്ട് നമ്മൾ എടുത്തു പരിശോധിക്കാനായിട്ട് പോവാണ്. അതിൽ ആദ്യത്തെ കാര്യം ഇതാണ് മക്കളെ, ടൈം ടേബിൾ ആണ്. നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലടാ, നിങ്ങൾക്ക് പറ്റുന്നില്ല പഠനത്തിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ. ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നു, അടുത്ത ദിവസം നിങ്ങൾ ഉഴപ്പുന്നു, അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾ ഉഴപ്പുന്നു. നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ പരിഹാരം എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാവണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ പഠിച്ച് കുറച്ചൊരു 2 മണിക്കൂർ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ മടുത്തിട്ടോ ഇനി ഇപ്പം ഇത് പഠിക്കണ്ട, ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പോയി ഫോണിലൊക്കെ തോണ്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനുള്ള ഉഷാറൊക്കെ പോകും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ദിവസം സ്കിപ്പ് ചെയ്യും, വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകും. ഇതല്ലേ നിങ്ങളുടെ പ്രശ്നം, ഇതല്ലേ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ പരിഹരിക്കാം? നിങ്ങളൊരു പ്രോപ്പർ ടൈം ടേബിൾ ഇടണം. അതിനകത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും ആ ദിവസം എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. അതായത് ഞാൻ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ പഠിക്കും, ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വന്ന് ഇന്ന സബ്ജക്റ്റ് പഠിക്കും. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രീ പ്ലാൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠനത്തിൽ തുടരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഒരു പ്രീ പ്ലാൻ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അത് എന്തിനൊക്കെ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യണം, പണം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ധാരണയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ഇനി സ്റ്റഡി പ്ലാൻ എങ്ങനെയൊക്കെ ഉണ്ടാവേണ്ടതെന്ന് അറിയാമോടാ?
സ്റ്റഡി പ്ലാൻ രണ്ട് തരത്തിലുണ്ടാകണം. ഒന്നാമത്തത് ലോങ് ടേം സ്റ്റഡി പ്ലാൻ ആണ്. ഒരു നീണ്ട കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 100 ദിവസം പറഞ്ഞില്ലേ, ആ 100 ദിവസത്തേക്ക് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. ഒന്നാം ദിവസം ഇന്ന കാര്യങ്ങൾ, രണ്ടാം ദിവസം ഇന്ന കാര്യങ്ങൾ, മൂന്നാം ദിവസം ഇന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇത്ര സാധനങ്ങൾ, അടുത്ത ആഴ്ചയിൽ ഇത്രയും സാധനങ്ങൾ, ഇന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇന്ന ദിവസം ചെക്ക് ചെയ്യും എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കണം 100 ദിവസത്തേക്ക്. അതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളാണ് ക്രമീകരിക്കേണ്ടത്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാൻ പറ്റുക. നന്നായിട്ട് നോളജ് കുറവുള്ള സബ്ജക്ട് ഏതാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പലപ്പോഴും നിങ്ങൾക്ക് സംഭവിക്കുന്ന ഇതായിരിക്കും. അതായത് നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് കൂടുതൽ സമയം പഠിച്ചുകൊണ്ടിരിക്കും, പാടുള്ളത് അവിടെ കിടക്കും. ആക്ച്വലി പാടുള്ള സബ്ജക്ട് നിങ്ങൾക്ക് മാത്സ് പാടാണ്, മാത്സിനായിരിക്കും ആക്ച്വലി കൂടുതൽ മാർക്ക് ഉള്ളത്. ശരിയല്ല ഞാൻ പറഞ്ഞേ? ഗ്രൂപ്പ് ഡിക്ക് മാത്സിന് 55 മാർക്ക് ഉണ്ട്. അതായത് മാത്സിനും റീസണിങ്ങിനും കൂടി അവിടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സയൻസ് നിങ്ങൾക്ക് പാടാണ്, പക്ഷെ 25 മാർക്കുള്ള റീജിയൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചിലപ്പോൾ ഹിസ്റ്ററിയും അതേപോലെ തന്നെ ജോഗ്രഫിയോ അല്ലെങ്കിൽ എക്കണോമിക്സോ അല്ലെങ്കിൽ പൊളിറ്റോ ആയിരിക്കും. പക്ഷേ ഇതിനെല്ലാം കൂടി ചേർത്ത് അവിടെ 20 മാർക്കേ ഉള്ളൂ. ബാക്കി 80 മാർക്കിന്റെ റീജിയനും പുറത്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള സബ്ജക്ട്സ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരു ലോങ് ടൈം ടൈം ടേബിൾ ഇടണം. 100 ദിവസത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും. ഞാൻ ഇന്ന ദിവസം ഇന്നതാണ് പഠിക്കേണ്ടത്. അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ആക്ച്വലി 100 ദിവസത്തേക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത് ധാരണയായി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ഇങ്ങനെ പോയാൽ മാത്രമേ എനിക്ക് ഈ 100 ദിവസം കൊണ്ട് ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള വ്യക്തമായ ഒരു ധാരണ കിട്ടി. നിങ്ങൾ ഇന്ന് തയ്യാറാവ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തയ്യാറാവണം. എനിക്കൊരു സ്റ്റഡി പ്ലാൻ ലോങ് ടൈമിലേക്ക് വേണം. ആ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ 100 ദിവസത്തേക്ക് ഒരു കിട്ടിക്കാച്ചി സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ പ്ലസും മൈനസും നിങ്ങൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണോടാ, ഉണ്ടാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കിട്ടി, ഒരു ലോങ് ടേം സ്റ്റഡി പ്ലാൻ വേണം. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ വേണം. ഈ ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നെങ്കിൽ അത് വീക്കിലി ടൈം ടേബിൾ ആയിട്ട് ഉണ്ടാക്കാം. ഒരു വീക്കിൽ, അതായത് മൺഡേ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഇന്ന സബ്ജക്ട്, ദെൻ അടുത്ത 8 തൊട്ട് 9 വരെ ഇന്ന കാര്യം, 9 തൊട്ട് 10 വരെ ഇന്ന കാര്യം, 10 തൊട്ട് 11 വരെ ഇന്ന കാര്യം. അത് ഓരോന്നും എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാവോടാ? ഇതിപ്പോ ഞാൻ ഒരു ഡെമോയാ തന്നേക്കുന്നത്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് തന്നെ മാറ്റിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഉൾപ്പെടുത്തണം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തണം, അതേപോലെ തന്നെ നിങ്ങൾ പുറത്തു പോകാൻ ഉദ്ദേശിക്കുന്ന സമയം ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഇതൊന്നും പ്രോപ്പറായിട്ട് ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. ഒരു ദിവസം എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ സംഭവിച്ചിരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരു പ്രീ പ്ലാൻ ഉണ്ടെങ്കിൽ ഏതാണ് മിസ്സായത്, എന്താണ് എടുക്കാൻ വിട്ടുപോയത്, ഏതൊക്കെയാണ് എടുത്തത് എന്നുള്ള കാര്യം നമുക്ക് ധാരണ ഉണ്ടാകും. എന്നിട്ട് ഓരോന്ന് കഴിയുമ്പോഴും അതിങ്ങനെ വെട്ടി വിട്ടേക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്ന് തീർത്തു, എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഞാൻ ഇത്ര കാര്യങ്ങൾ തീർത്തു, ഇത്ര കാര്യങ്ങൾ ചെയ്തു തീർത്തു, ഇനി ഇത്ര കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസോടുകൂടി ആ ദിവസം നിങ്ങൾക്ക് രാത്രി ആകുമ്പോഴത്തേക്കും ഉറങ്ങാനായിട്ട് പറ്റും. ഓക്കെ അല്ലടാ? അപ്പൊ ഇങ്ങനെ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾക്കൊരു ഡെയിലി സ്റ്റഡി പ്ലാനർ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസത്തെയുമാണ് ഒരു ഡേറ്റ് ഇടുക. ആ ഡേറ്റിൽ ഏത് മന്ത് ആണെന്ന് ഡേ ആണെന്ന് ഇടുക. ദെൻ 6 തൊട്ട് 7 വരെ ഇത്ര എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഓരോ തീരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് പോവുക. ഇവിടെ ടോപ്പ് പ്രയോറിറ്റി, ഞാൻ ഇന്ന സബ്ജക്റ്റിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കും, അടുത്ത സബ്ജക്റ്റിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കും. ദെൻ എൻ്റെ ടുഡേയ്സ് ഗോൾ എന്താണ്, ഈ ഗോൾ ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം രാത്രി എനിക്ക് പറ്റും. എനിക്ക് എന്തൊക്കെ അപ്പോയിൻമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ താഴെ റിമാർക്സ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. ഇന്ന സാധനങ്ങൾ എനിക്ക് തീർക്കാൻ പറ്റിയില്ല, അതിനെയും തീർക്കേണ്ടതുണ്ട്. ഇന്ന ടെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിനെയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെക്കാൻ പറ്റും. ഇതിലൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇതൊരു അടിപൊളി സ്ട്രാറ്റജി അല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈ താഴെ നിങ്ങൾ കമന്റ് ഇടണം. ഇത് കിടിലൻ സ്ട്രാറ്റജി അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? നിങ്ങൾ ഇത് മിസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ലേ? നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം, എന്താണ് ടൈം ടേബിൾ, ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വ്യക്തമായ ധാരണ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ് മക്കളെ. അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. സിലബസിനെ പറ്റി ഒരു ആഴത്തിലുള്ള ധാരണ ഉണ്ടാവണം.
ഇടയിൽ മക്കളെ നിങ്ങൾക്ക് 4 സബ്ജക്റ്റുകൾ 4 സെക്ഷനുകളാണ് വരിക. അതിൽ ഒന്നാമത്തെ സെക്ഷൻ നോക്കിയടാ ജനറൽ സയൻസ് 25 ചോദ്യങ്ങൾ 25 മാർക്കിനാണ് വരിക. രണ്ടാമത്തെ നോക്കിയ മാത്തമാറ്റിക്സ് ആണ് 25 ചോദ്യങ്ങൾ 25 മാർക്ക്. ക്ലിയർ ആണല്ലോടാ. അടുത്ത് നോക്കിയേ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. എടാ ഈ രണ്ട് ഭാഗത്തിനും കൂടി 55 ചോദ്യങ്ങളുണ്ട്, 55 മാർക്കുണ്ട്. പകുതിയിൽ കൂടുതൽ മാർക്ക് കിടക്കുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ട റീജിയനിലാണ്, പ്രാക്ടീസ് ആവശ്യമുള്ള റീജിയനിലാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട റീജിയനിലാണ്. ഇതിനടുത്ത് നോക്കിയാൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ചോദ്യങ്ങൾ 20 മാർക്ക്. അവിടെ ആക്ച്വലി ഒരു 15 ചോദ്യങ്ങളെ ഈ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK ഇതിൽ നിന്നൊക്കെ വരൂ. 5 ചോദ്യങ്ങൾ ഏകദേശം കറണ്ട് അഫയർ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 15 GKയും 5 കറണ്ട് അഫയർ കൂടി ചേർത്തിട്ടായിരിക്കും ആ ഒരു റീജിയൻ വരിക. അപ്പൊ ഇവിടെ ഏത് ഭാഗത്തിനാണ് പ്രയോറിറ്റി വേണ്ടത്? ഇവിടെ ആക്ച്വലി നിങ്ങൾ ജനറൽ സയൻസ്, മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അവിടെ നിങ്ങൾക്ക് കിടക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാമോടാ? 80 മാർക്ക്. 5 മാർക്ക് കറണ്ട് അഫയറിനും കൂടെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ 85 മാർക്കിന്റെ ടോപ്പിക്സ് അവിടെ കിടപ്പുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സിന്റെ പ്രയോറിറ്റി അനുസരിച്ച് പഠിച്ചാലുണ്ടല്ലോടാ നിങ്ങൾക്ക് 80+ ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 100 ദിവസം സെറ്റ് ചെയ്യുമ്പോൾ 100 ദിവസത്തിനകത്തില് ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രപ്പോർഷൻ ഈ 80 മാർക്കിൽ നിങ്ങൾ കൂടുതൽ സമയം എന്ത് ചെയ്തിരിക്കണം? സ്പെൻഡ് ചെയ്തിരിക്കണം. അതിന് യാതൊരുവിധ സംശയവും വേണ്ട. ഇടയെ ആ 8 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ എടുക്കുകയാണെന്ന് വിചാരിച്ചോ, ഈ 8 മണിക്കൂറിനകത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം എനിക്ക് ഓരോന്നിനും എത്രത്തോളം പോർഷൻ ഇടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ 8 മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിച്ചോ, 8 മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാ? ജനറൽ ഇന്റലിജൻസ്, മാത്സ് എന്നിവയ്ക്കാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 3 പോട്ടെ, 3 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 2.5 5 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ബാക്കി 3 മണിക്കൂർ ഉണ്ടല്ലോടാ, ആ 3 മണിക്കൂറിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മിനിമം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ ജനറൽ സയൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 സബ്ജക്റ്റ് മാത്രം മാറ്റി വെച്ചിരിക്കണം. ബാക്കി എല്ലാ സബ്ജക്റ്റിനും കൂടെ 1.5 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കണം. പഠിക്കാൻ, പ്രോപ്പറായിട്ട് പഠിക്കാൻ. റിവിഷനോ പ്രാക്ടീസോ ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല, പഠനം മാത്രമാണ് ഉദ്ദേശിച്ചത്. അതനുസരിച്ച് ഇതിനകത്തിൽ 8 മണിക്കൂറിലാണ് നിങ്ങൾ റിവിഷനും പ്രാക്ടീസും കൊണ്ടുവരുന്നതെങ്കിൽ സമയത്തെ അതനുസരിച്ച് എന്ത് ചെയ്തിരിക്കണം? മാറ്റിയിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കൂടുതൽ പ്രപ്പോർഷനുള്ള, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന റീജിയന് കൂടുതൽ ടൈം നിങ്ങൾ ഇട്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനമാകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ ഈ പരീക്ഷ ക്ലിയർ ചെയ്യില്ല. ഓക്കെ അല്ലടാ? സെറ്റാണ്, ക്ലിയർ ആണ്. അപ്പൊ സിലബസ് നന്നായി നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് PYQs ചെയ്യേണ്ടതിന്റെ ആവശ്യകത? പല ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കുമ്പോഴും, പല ചോദ്യ പേപ്പറുകൾ എടുത്ത് നോക്കുമ്പോഴും, അതായത് പല എക്സാമുകൾ പോയി അറ്റൻഡ് ചെയ്യുമ്പോഴും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ അതിപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യങ്ങളായിക്കോട്ടെ, ദെൻ ALPക്ക് ആയിക്കോട്ടെ, ദെൻ JEEക്ക് ചോദിച്ചതായിക്കോട്ടെ, NTPCക്ക് ചോദിച്ചതായിക്കോട്ടെ, ഏതുമായിക്കോട്ടെടാ, ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. ആക്ച്വലി ഒരു 100 ചോദ്യം ചോദിച്ചാൽ അതൊരു 30 ചോദ്യങ്ങളെങ്കിലും, 30% ചോദ്യങ്ങളെങ്കിലും കുറഞ്ഞത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. ദെൻ ബാക്കിയുള്ള ഒരു 20% അതേ മോഡലിൽ ചോദിക്കും. നിർബന്ധമായും അവർ ചോദിച്ചിരിക്കും, അത് ഡെഫിനറ്റ് ആണ്. അതായത് ഒരു എക്സാം തന്നെ എത്രയോ ഷിഫ്റ്റുകൾ നടക്കും, ഗ്രൂപ്പ് ഡി എത്രയോ ഷിഫ്റ്റ് നടക്കും, NTPC എത്രയോ ഷിഫ്റ്റ് നടക്കും, JEE എത്രയോ ഷിഫ്റ്റുകളായിട്ട് എക്സാം നടക്കുക. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിടപ്പുണ്ട്, അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സിലബസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. പല നിങ്ങൾ പഠിക്കാത്ത സബ്ജക്റ്റുകളും പ്രീവിയസ് ഇയർ ചെയ്ത് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ കവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലാടാ? അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യും. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ ചെയ്തു പോയാൽ പോരാ, തെറ്റി വിട്ടുപോയി അങ്ങനെയല്ല, തെറ്റിയത് കൃത്യമായിട്ടൊന്ന് പഠിക്കണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത് നിങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? ഈ PYQs നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഡെഫിനിറ്റ് 30 മാർക്സ് നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും? വിട്ടുപോകും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്ത്? PYQs വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. ഇമ്പോർട്ടൻസ് മനസ്സിലായോ? ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്താൽ നിങ്ങൾ 30 മാർക്ക് നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങൾ 30 മാർക്ക് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ മാത്രം ചെയ്ത് കിട്ടേണ്ടുന്ന ഒരു 30ഓളം മാർക്ക് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാതിരിക്കാനുള്ള ഒരു വഴിയായിരിക്കും അത് മിസ് ചെയ്താൽ. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഈ സ്റ്റഡി പ്ലാനിൽ എന്തുണ്ടാവണം? PYQs നിർബന്ധമായും നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇനി അടുത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം, നോക്കിയടാ. അടുത്ത വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്താണെന്ന് അറിയാമോടാ?
അത് റിവിഷൻ. ആ റിവിഷൻ എത്ര നിങ്ങൾ പഠിച്ചാലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരു തവണ പഠിച്ചോളെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. 2 തവണ പഠിച്ചുള്ളൂ, കാര്യമില്ല. 3, 4, 5, 6 നിങ്ങൾക്ക് എത്ര തവണ വായിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്ര തവണ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ നിങ്ങൾ ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്തിരിക്കണം. അത്രയും നിങ്ങളുടെ മെമ്മറിയിൽ ആ ടോപ്പിക്ക് നിൽക്കായിരിക്കും. വെറുതെ ഒന്ന് കേട്ടാൽ നിങ്ങൾ ഉത്തരം പറയും, ഓക്കെ, വെറുതെ ഒന്ന് കണ്ടാൽ നിങ്ങൾ ഉത്തരം പറയും. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, റിവിഷൻ നിങ്ങളെ കൊണ്ടെത്തിക്കും. ആ ഒരു പർവ്വതത്തിലേക്ക് നിങ്ങളെ റിവിഷൻ കൊണ്ട് കയറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യണം, റിവിഷൻ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കുകളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് റിവിഷൻ കൊടുക്കണം. മക്കളെ, ഇതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ നോട്ട്സ് മൈക്രോ നോട്ട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മൈക്രോ നോട്ട്സിന്റെ പ്രത്യേകത, നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഈ പഠിച്ചത് മുഴുവൻ റിവൈസ് ചെയ്യാൻ നമുക്ക് സമയമില്ല. ഓക്കെ, പഠിച്ചത് മുഴുവൻ നിങ്ങൾ റിവൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. ഓക്കെ, അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കാണ്, നിങ്ങൾ വലിയൊരു ട്രബിളിലാണ്. റിവിഷൻ നിങ്ങൾ വീണ്ടും 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 ഇത്രയും ടോപ്പിക്കുകൾ എടുത്ത് ഇത്രയും കണ്ടന്റ് വീണ്ടും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, മൈക്രോ ടോപ്പിക്സുകളായിട്ട് തന്നെ തിരിക്കണം. അവിടെയാണ് മൈക്രോ നോട്ട്സിന്റെ പ്രത്യേകത. മൈക്രോ നോട്ട്സ് ഞാൻ കാണിച്ചു തരുന്നത് ഇതാണ് മൈക്രോ നോട്ട്സ്. ഓക്കെ, സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് ബാച്ചുകളിൽ തരുന്ന, അതായത് ഗ്രൂപ്പ് ഡിയുടെയും NTPCയുടെയും ഒക്കെ ബാച്ചുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോ നോട്ട്സ് ആണ്. നോക്കിയോ, ഉത്തരായന രേഖ കിടക്കുന്നുണ്ടോ? ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര രേഖയാണ്. 8 സംസ്ഥാനങ്ങളുണ്ട്. ആ 8 സംസ്ഥാനങ്ങൾ പഠിക്കാൻ ഒരു കോഡ് കിടപ്പുണ്ട്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്നുണ്ട്. അതിലെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം, പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം, 2 തവണ മുറിച്ചു കിടക്കുന്ന നദി, ദെൻ അടുത്തായി സ്ഥിതിക്കുന്ന മെട്രോപൊളിറ്റൻ നഗരം, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഈ ടോപ്പിക്കുകൾ ഇത്രയും അങ്ങ് കവർ ചെയ്താലുണ്ടല്ലോടാ, നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ആയി. ഇതൊരു 3, 4, 5 തവണ വായിച്ചു നോക്കിയാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ചോദ്യങ്ങളായി വരാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചിരിക്കണം. പക്ഷെ അത് തന്നെ വീണ്ടും വായിച്ചിരുന്നത് കാര്യമില്ല. ഇമ്പോർട്ടൻ്റ് ഏതാ? ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിനടുത്ത് നോക്കിയേ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ കിടക്കുന്നുണ്ടോ? ക്വിക്ക് റിവിഷൻ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം പ്രിന്റ് എടുക്കാൻ നിങ്ങൾക്ക് പ്രിന്റബിൾ ഓപ്ഷൻ ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കാം. ഒരു 3, 4, 5 തവണ ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ പതിപ്പിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കിട്ടാതെ വേറെ സാധനമല്ലടാ. ഇത് സൂപ്പർ നോട്ട്സിന്റെ ബാച്ചുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കാ റിവിഷൻ, പ്രോപ്പർ റിവിഷൻ, കിടുക്കൻ റിവിഷൻ നടത്തി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയി മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു 20-25 മാർക്കോളം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദെൻ നോക്കിയടാ, ഹിസ്റ്ററി ഓഫ് പ്ലാനിങ്, ദെൻ അതിൻ്റെ എല്ലാ വർഷങ്ങളും അവിടെ കിടപ്പുണ്ട്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളും നേതൃത്വങ്ങളും കിടപ്പുണ്ട്. ഭരണഘടനാ അസംബ്ലി കിടപ്പുണ്ട്. ദെൻ അടുത്ത് നോക്കിയോടാ, അടുത്താണ്ട് കിടക്കുന്ന ഇമ്പോർട്ടൻറ്റ് മൊണ്യൂമെന്റ്സിനെ പറ്റി കിടക്കുന്നു, സ്ട്രാറ്റജിക്ക്, ക്ലാസിക്കൽ ഡാൻസ് ഫോംസിനെ പറ്റി കിടക്കുന്നു, ഇന്ത്യൻ റോയൽ ടൈഗർ കിടക്കുന്നു. അതായത് നിങ്ങൾക്ക് പൊളിറ്റി കുറേ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് ജോഗ്രഫി കുറേ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് എക്കണോമിക്സ് കുറേ പഠിക്കാനുണ്ട്. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടാ, നിങ്ങൾക്ക് ഹിസ്റ്ററി കുറേ പഠിക്കാനുണ്ട്, ഏൻഷ്യൻ്റ് പഠിക്കണം, ദെൻ മോഡേൺ ഇന്ത്യ പഠിക്കണം, ഇന്ത്യൻ മെഡീവിയൽ ഇന്ത്യ പഠിക്കണം, അങ്ങനെ കുറേ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ദെൻ സ്ട്രാറ്റജിക്ക് കുറേ പഠിക്കാനുണ്ട്, കറണ്ട് അഫെയർ കുറേ പഠിക്കാനുണ്ട്. ഈ സബ്ജക്റ്റുകളെല്ലാം എവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് GK എന്ന് പറയുന്ന ഭാഗത്തുണ്ട്. പക്ഷെ ഇത് മുഴുവൻ പഠിച്ചിട്ട് പോയി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോയി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് മൈക്രോ നോട്ട്സ് തരും. ആ മൈക്രോ നോട്ട്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് തരും. നമ്മുടെ ബാച്ചുകളിൽ ഒട്ടെങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാം. ഇങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ടാൻ പറ്റും. സുഖമായിട്ട് നിങ്ങൾക്ക് GK ഉറപ്പിക്കാനായിട്ട് പറ്റും. മാത്സിങ് അതുപോലെ തന്നെ റീസണിങ് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പക്കയായിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി റിവിഷന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഒരു ദിവസം പഠിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്? അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്ക് എന്ന് പറയും. എന്താണ് പോമഡോറോ ടെക്നിക്ക്? എന്താണ് പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, 4 സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുക. അത് പഠിക്കാൻ ഒരു സമയം സെറ്റ് ചെയ്യുക. നിങ്ങൾ 10 മണിയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, 10 AM ആണ് സെറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, 25 മിനിറ്റ് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. അതായത് 10:25 വരെ പഠിക്കുക. ഇവിടെ നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്യുന്നു. ആ ടൈമറിൽ 25 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു. 10:25 ആകുമ്പോൾ ടൈമർ അടിക്കുന്നു, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ ബുക്ക് മടക്കി വെക്കുക. 10:30 വരെയുള്ള സമയം 5 മിനിറ്റ് സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റെസ്റ്റ് എടുക്കുക. ഓക്കെ, നിങ്ങളൊന്ന് കൂളാകാൻ വേണ്ടി റെസ്റ്റ് എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്യുക, പാട്ട് കേൾക്കാനുണ്ടെങ്കിൽ പാട്ട് കേൾക്കുക, വെറുതെ മൊബൈൽ ഫോൺ കളിച്ച് സമയം കളയരുത്. ദെൻ അടുത്ത 25 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത 30 തൊട്ട് അടുത്ത 25 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് 10:55 വരെയുള്ള സമയം നിങ്ങൾ പഠിക്കുക. ദെൻ അടുത്ത 5 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. 11 മണി വരെയുള്ള സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അടുത്ത 25 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങളിപ്പോൾ എത്ര സൈക്കിളായി? 1, 2 അല്ലേ? ദെൻ
3 സൈക്കിളായി. ദെൻ ലാസ്റ്റ് 25 മിനിറ്റ് എടുക്കുക, 4 സൈക്കിൾ പൂർത്തിയാക്കുക. അങ്ങനെ 4 സൈക്കിൾ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് എടുക്കാം. ഒരു 15 മിനിറ്റ് 30 മിനിറ്റ് വരുന്ന രീതിയിൽ ഒരു ബ്രേക്ക് എടുക്കാം. അപ്പം നിങ്ങൾ 4 സൈക്കിൾ കംപ്ലീറ്റ് ആക്കി അല്ലേ. 25 ഗുണം 4 എന്ന് പറഞ്ഞാൽ 100 മിനിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് 1.5 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പ് എടുത്തു. വീണ്ടും എന്ത് ചെയ്യുക, ഈ 1.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും ഗ്യാപ്പ് എടുക്കുക, വീണ്ടും വർക്ക് ചെയ്യുക. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല, മടുപ്പ് വരില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മടുപ്പ് വരാതെ അടിപൊളിയായിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് നന്നായി നിങ്ങളുടെ പ്ലാൻ ചെയ്ത കാര്യം പഠിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. 25 വെച്ചിട്ടുള്ള ഒരു സ്ലോട്ട് ആക്കുക. ഫസ്റ്റ് സ്ലോട്ട് 25 വെച്ചിട്ടുള്ള 4 എണ്ണം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം എടുത്ത സബ്ജക്റ്റ് തീർക്കുക. ദെൻ അടുത്ത സബ്ജക്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങൾ 4 സ്ലോട്ടുകൾ വെച്ച് തീർത്തു കഴിഞ്ഞാൽ സുഖമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, റിവിഷൻ കൊണ്ടുപോകാൻ പറ്റും, പ്രാക്ടീസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് മടുക്കുകയില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നില്ല, നമ്മൾ ഇത് നിങ്ങൾക്ക് തരികയാണ്. ഈ സാധനം വെച്ച് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് പരീക്ഷയിലേക്ക് ക്രാക്ക് ചെയ്ത് ജോലിയിലേക്ക് എത്താനുള്ള ഒരു സൂപ്പർ മന്ത്രമായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഈ കാര്യം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തരണം. ഓക്കെ അല്ലേ? സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പോമോഡോറോ ടെക്നിക്ക് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ, അത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. നിങ്ങൾ ഒരു ദിവസം പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് അവിടെ റിവിഷനും നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻസിനോട് പരിചയപ്പെടുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ ട്രാക്ക് ചെയ്യണം, എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും. ക്ലിയർ അല്ലേടാ? അപ്പോൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അത് നിങ്ങളുടെ സക്സസ്സിലേക്കുള്ള ടിക്കറ്റാണ്, നിങ്ങൾക്ക് റെയിൽവേയിലേക്കുള്ള ടിക്കറ്റാണ്. അതുകൊണ്ട് പ്രാക്ടീസ് നിങ്ങൾ മുടക്കരുത്. അതിനുവേണ്ടി കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുക്കുക. മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, നമ്മുടെ റീസണിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ GK ആയിക്കോട്ടെ, കറണ്ട് അഫെയർ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ആഴ്ചയിൽ ഒരു 3 ക്വസ്റ്റ്യൻ എങ്കിലും പ്രീവിയസ് ഇയർ നിങ്ങൾ ടൈം വെച്ച് സെറ്റ് ചെയ്യുക. ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടൈമർ സെറ്റ് ചെയ്ത് 90 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിനിടയ്ക്കുള്ള ദിവസങ്ങളിലെല്ലാം മാക്സിമം പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മക്കളെ, ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയൊക്കെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. 100 ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു പെർഫെക്റ്റ് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമന്റ് ചെയ്യും, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നന്നാവുന്നുണ്ടോ, നിങ്ങൾക്ക് ഓക്കെ ആകുന്നുണ്ടോ. അതേപോലെ നിങ്ങൾക്ക് എന്താണ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാം. പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. അതൊരു 8 സെക്കൻഡ് കൊണ്ട് ഡീപ് ബ്രീത്ത് എടുക്കുക. then ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരു 6 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. നിങ്ങൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് അത് മൂക്കിലൂടെ ബ്രീത്ത് എടുക്കുക. ദെൻ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് വായിലൂടെ റിലീസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതിൻ്റെ റിസൾട്ട് ഒന്ന് പറ. നിങ്ങൾ ഭയങ്കര കാമായി കൂളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. നല്ല ശാന്തത നിങ്ങൾക്ക് കിട്ടും. പഠിക്കുന്നതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ബാക്കി ആരും പറഞ്ഞെന്ന് കാണില്ല. ഈ സാധനങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഓക്കെ അല്ലേടാ? ഇനിയും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ വേണം, സെറ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ടൈമാണ്. കാരണം 20% ഓഫർ നിലവിലുണ്ട്. ഈ ഒരു ഓഫറോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏത് ബാച്ച് എടുത്താലും, ഇപ്പം ഈ ഒരു ഗ്രൂപ്പ് ഡി മാത്രമല്ല, ഏത് ബാച്ച് എടുത്താലും നിങ്ങൾക്ക് അവിടെ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. അതായത് ഗ്രൂപ്പ് ഡിയുടെ എലൈറ്റ് ബാച്ച് ഇപ്പോൾ ലൈവ് ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അവിടെ എന്ത് കിട്ടുന്നുണ്ട്, ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കാം, മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ പഠിക്കാം. അതേപോലെ തന്നെ ഏറ്റവും പ്രയോറിറ്റി ബേസ്ഡുള്ള ക്ലാസ്സുകൾ കാണും. 200+ അവേഴ്സിൻ്റെ റെക്കോർഡർ ക്ലാസ്സുകൾ കാണും. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി പ്രത്യേക ലൈവ് സെഷൻസ് കാണും. അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. അമൽ സാറിന് നേതൃത്വമുള്ള മെന്റർ സെഷൻസ് ഉണ്ട്. പ്രാക്ടീസ് ടെസ്റ്റുകൾ, ഡെയിലി ടെസ്റ്റുകളുണ്ട്, വീക്ക്ലി ടെസ്റ്റുകളുണ്ട്. അങ്ങനെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് PDF ഫോർമാറ്റ് തന്നെ കിട്ടും. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റും കേട്ടോ. PDF ഫോർമാറ്റ് ആണ്, വെറുതെ സ്ലൈഡ് അല്ല, PDF ഫോർമാറ്റ് ആണ്. അത് പ്രിന്റ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ദെൻ ടെലഗ്രാം സപ്പോർട്ട് കാണും, കൃത്യമായിട്ടുള്ള കസ്റ്റമർ കെയർ കാണും. നിങ്ങളുടെ ഏത് സംശയങ്ങളും കൃത്യമായ സമയത്ത് നമ്മളതിനെ റെസ്പോൺസ് തന്നിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്പർ ഇതാണ്. ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിഷു പ്രമാണിച്ച് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടോടുകൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അവസരം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കൂടി അറിയിക്കുക. അവരും നമ്മുടെ ബാച്ചിലേക്ക് വരട്ടെ, അടിപൊളിയായിട്ട് പഠിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഒപ്പം അടിപൊളിയായിട്ട് പഠിക്കാനായിട്ടുള്ള ആശംസകളും തരികയാണ്. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്.